പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ PSCയുടെ നിർണായക യോഗം ഇന്ന്. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളും യോഗം ചർച്ച ചെയ്യും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SITക്ക് കൈമാറിയ രേഖകളുടെ വിവരങ്ങൾ ചെയർമാൻ MR ബൈജു യോഗത്തിൽ അറിയിക്കും. അപർണ ചേരുന്നുണ്ട്. അപർണ, എന്തായാലും ഇന്ന് ഈ ഒരു പരീക്ഷാ ക്രമക്കേടിലെ അന്വേഷണങ്ങൾക്കിടെ നിർണായകമായ യോഗം ചേരുകയാണ്. എന്തൊക്കെയായിരിക്കും ഈ ഒരു യോഗത്തിൽ പ്രധാനമായും ചർച്ചയാവുക? വിശദാംശങ്ങൾ എങ്ങനെയാണ്? PSCയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ വിവാദങ്ങൾ വീണ്ടും ഓരോ ദിവസവും പുതിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷാ പേപ്പർ അടക്കം മാറിപ്പോയതിനെ തുടർന്ന് പരീക്ഷ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഇടയിലാണ് ഇന്ന് നിർണായക യോഗം നടക്കുന്നത്. കൂടാതെ PSCയിലെ ഇത്തരത്തിൽ ഉള്ള നിയമനങ്ങൾക്കെതിരെ ഉള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിലാണ് ഇന്ന് PSCയുടെ നിർണായക യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷാ ചോദ്യപേപ്പർ കഴിഞ്ഞ ദിവസം മാറിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ചോദ്യപേപ്പർ മാറിപ്പോയത് എന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലുണ്ടാവും. കൂടാതെ എന്ത് നടപടിയായിരിക്കും സ്വീകരിക്കേണ്ട കാര്യത്തിലൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SITക്ക് കൈമാറിയ രേഖകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇത്തരത്തിൽ PSC ചെയർമാൻ MR ബൈജു ഇന്ന് അംഗങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുന്നതായിരിക്കും. ഈ PSC ഈ രേഖകളൊന്നും തന്നെ കൈമാറില്ല എന്ന നിലപാടാണ് ആദ്യം സ്വീകരിച്ചിരുന്നത്. പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെ വിവരങ്ങളാണ് കൈമാറിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ യോഗത്തിൽ ഇന്ന് ചർച്ച ചെയ്യും. കൂടാതെ തന്നെ ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് അന്വേഷണ സംഘം ഇന്ന് PSC ആസ്ഥാനത്ത് എത്തുന്നുണ്ട്. അപ്പോൾ അവർ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി തുടർ നടപടികൾ എന്തായിരിക്കും ഈ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നുള്ളതും ഇന്ന് നിർണായകമാകും. ഇന്ന് ഈ യോഗം കൂടി നടക്കുന്നുണ്ട്. യോഗത്തിൽ അംഗങ്ങളുടെ നിലപാട് എന്താകും എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട്. കൂടാതെ തന്നെ മൂല്യനിർണ്ണയത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും ഇന്ന് SIT തേടുന്നുണ്ട്. അപ്പോൾ അന്വേഷണം വളരെ മുന്നോട്ട് തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ക്രമക്കേടുകളാണ് PSCയുടെ പല വിഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നത്. വിദ്യാർത്ഥികളടക്കം ഇതിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. PSC ഓഫീസിന് മുമ്പിൽ തന്നെ ഈ വിവിധ സംഘടനകൾ ഈ ചെയർമാൻ MR ബൈജുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ സമരങ്ങൾ നടത്തിയ സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും നിർണായക യോഗമാണ് ചേരുന്നത്. PSC ചെയർമാനെ തന്നെ മാറ്റണം. ഇപ്പോഴുള്ള അംഗങ്ങളിലെ ഒരു സ്ഥാനമാറ്റം അല്ലെങ്കിൽ ചുമതല മാറ്റം ആണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇത് സംബന്ധിച്ച നിർണായക തീരുമാനങ്ങളാകും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക. അരുണിമ, ശരി, വ്യക്തമാണ്. എന്തായാലും PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വിവാദങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. ചോദ്യപേപ്പർ മാറിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട നടപടികളുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഇന്നൊരു നിർണായക യോഗം ചേരുക. എന്തായാലും പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് SITക്ക് കൈമാറിയ രേഖകളുടെ വിവരങ്ങളൊക്കെ ചെയർമാൻ MR ബൈജു യോഗത്തിലൊക്കെ അറിയിക്കാനൊക്കെ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അപർണ KS ആണ്.